മൊബൈൽ നമ്പർ അല്ല ഈ നാപ്പിലെടുത്ത ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന വല്ല ഓൺലൈൻ ലോട്ടറി അടിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഒരു ആഡ് കമ്പനിയൊക്കെ തുടങ്ങാൻ. പിന്നെ ആഡ് ഫിലിമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. അമ്മയെ ജോലിക്ക് വിടുകയും വേണ്ട. പണ്ട് ഏതോ ഒരു ശ്രീനിവാസ സിനിമയിൽ പറഞ്ഞ പോലെയാ. ഏതൊരു ശ്രീനിവാസനോ? ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ്? എന്തൊരു മനോഹരമായ നടക്കാത്ത ബില്ല് വന്ന് എത്രയായി? 565 രൂപ 95 പൈസ. ഇത് ബാറ്റ കടയിൽ നിന്ന് നമ്മൾ ഷൂ മേടിച്ച പോലെ ഉണ്ട്. അതായത് 566 രൂപ. 66 രൂപ കൊടുത്താൽ 5 പൈസ തിരിച്ചു തരും. അത് കാലാകാലങ്ങളായിട്ട് ബാറ്റ കമ്പനിയുടെ ഒരു ഹോബിയാ. എന്ന് വെച്ച് പേടിക്കണോ, കാശ് കൃത്യമായിട്ട് തരാം. ഞങ്ങൾക്ക് ക്യാഷ് ടീമാ. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞ അപ്പന അങ്ങനെ തന്നെ. നിന്റെ ഷെയർ ഞാൻ ഇട്ടോളാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്. അത് അമ്മയോട് കടം വാങ്ങിയതല്ലേ? അവനെ നിർബന്ധിക്കണ്ട നന്ദിത. അവൻ വലിയ അഭിമാനിയാ. എനിക്ക് പിന്നെ അഭിമാനമോ അപമാനമോ ഇല്ലാത്തവനാണല്ലോ. അതുകൊണ്ട് ടിപ്പ് കൊടുക്കുന്ന ചില്ലറ വരെ എനിക്ക് അന്നേക്ക് ഞാൻ നോ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. 10,000-2000 രൂപ ഞാൻ നിനക്ക് കടമുണ്ട്. പേടിക്കണ്ട, വാങ്ങുമ്പോ ഞാൻ പലിശ മുതലും കൂടെ വാങ്ങിക്കോളാം. ഇങ്ങനെ കിട്ടുന്ന പലിശക്കാശാണ് ഇടക്കിടക്ക് ഈ കാൽബറീസ് തട്ടണത്. നിന്റെ അച്ഛൻ. ഇനി എന്താ പ്രോഗ്രാം? എനിക്ക് സ്റ്റുഡിയോ പോണം. കുറച്ചു പേർക്ക് പെൻഡിങ്ങാ. അപ്പൊ നിന്നെ ഞാൻ ഡ്രോപ്പ്. അപ്പൊ നന്ദിതേ. നോ പ്രോഗ്രാം. വീട്ടിൽ പോകുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. വീട്ടിലെ കൊറ്റക്കല്ലേ? അപ്പൊ ഞാനുണ്ട് കൂടെ. അപ്പൊ നീ എന്നെ ഡ്രോപ്പ് ചെയ്തോ? എടാ വൃത്തിയേട്ടവനെ, നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെ വന്നത്? എന്നിട്ട് ഒരു പെണ്ണെ കൈ കിട്ടിപ്പോ എന്നെ വിട്ടു അല്ലേ? അതല്ലേലും അവന്റെ സ്ഥിരം പരിപാടിയാ. എന്നാലും എന്റെ ശ്രീ, മാത്തനെ എവിടെയെങ്കിലും തനിച്ചുപേക്ഷിച്ചു പോകുന്നത് മോശമല്ലേ? മാത്തനല്ല, ആർക്കായാലും അത് ശരിക്കും ഫീൽ ചെയ്യും അല്ലേ മാത്ത? അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മാത്തിപ്പോ. നിനക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ലടാ. ഇവരെ കണ്ട് പഠിക്കടാ. അപ്പൊ ഇത് കൂട്ടുകാരാണല്ലേ? അല്ല ഫ്രണ്ട്സാ. നമ്മളാരാ മനസ്സിലായില്ല? ആണാ? എന്നാ കപ്പലിൽ നിന്നടക്കം പോയി ഫോട്ടോ എടുക്കടോ. എന്താണോ നന്ദു, ഇപ്പൊ പുറത്തിരുന്നാണോ പഠിത്തം? അത് ഞാൻ വെറുതെ പറയാം ശ്രീ കാര്യം. ആ വീട്ടിൽ പുതിയ താമസക്കാരാ. കൂട്ടത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അവളെ കാണിക്കാനാ പുറത്തിരുന്നുള്ള ഈ അഭ്യാസം. ആണോടാ? അവളെയൊക്കെ ഞാൻ വിട്ടു ശ്രീയേട്ടാ. ഇപ്പൊ അവള് ചേച്ചിയാ നോട്ടം. കിട്ടും കേട്ടോ നിനക്ക്. ഇതൊക്കെ ചേട്ടന്മാരെ കൂടെ ഒന്ന് പഠിപ്പിക്കണേ. കല്യാൺ ജ്വല്ലറിയുടെ ആഡ് കണ്ട ശേഷം ശർമ്മ ഗ്രൂപ്പിന്റെ പുതിയ ആഡ് നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. സോ ഈ ആഡ് വളരെ നന്നായിരിക്കണം ശ്രീ. ഞാൻ ട്രൈ ചെയ്യാം മാം. പിന്നെ ഈ ആഡ് നന്നാവണമെങ്കിൽ മോഡൽസ് അത്ര ഇംപ്രസീവ് ആയിരിക്കണം. ഇത്രയും ഫോട്ടോസ് നോക്കിയിട്ട് എനിക്ക് ആരെ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇതായി മാഗസിൻ കൊണ്ടുവന്നേ. എങ്ങനെയുണ്ട് ഈ കുട്ടി? കൊള്ളാം. ഇത് തന്നെ നമ്മുടെ അക്ഷി. കുട്ടിയുടെ പാരന്റ്സ് ഗൾഫിലാ. ഞാൻ അവരോട് സംസാരിച്ചു. ദേ ആർ വെരി മോഡേൺ. കുട്ടി തീരുമാനിക്കട്ടെ എന്നാ അവരുടെ സ്റ്റാൻഡ്. ശ്രീ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അതിന് കുട്ടി എവിടെയുണ്ട്? എങ്കിൽ തുറന്നു പറയാം, കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, മാഗസിനിൽ ഫോട്ടോ കണ്ടപ്പോ മോഡൽ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ, അല്ലാതെ മൊബൈൽ നമ്പർ അല്ല. ഈ പരസ്യത്തിന് ഇത്രയും നല്ല മോഡലിന് വേറെ കിട്ടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഹാനി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ആഡിന്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഞങ്ങളുടെ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിനെക്കുറിച്ച് ചരിത്രവും പൗരധർമ്മവും ഒന്നും പറയണ്ട, ഇല്ല കുട്ടി. എടാ കുട്ടി ഷൂട്ടിംഗ് ഡേറ്റ് എന്നാണെന്ന് ചോദിക്കുന്നു. എടാ സിസ്റ്റേഴ്സ് ആടാ. അല്ലേ? അതെ അല്ലേ? ആണ്. നീ ഇന്നലെ എവിടെയായിരുന്നു? അത് ഇവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണ കണ്ണിൽ കുത്തിത്തിരിയുടെ ഐലൻഡ്സ് കിട്ടിയിട്ടുണ്ടാവും. പോട്ടെ. ആ ശർമ്മ ഗ്രൂപ്പിന്റെ മോഡലിങ്ങിന് ഞാൻ ആനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാം. പക്ഷെ ഇവനൊരു അക്ഷരം ശ്രദ്ധിക്കണ്ടേ? ഇവൻ അപ്പോഴും ഏതോ വഴിയെ പോണ പെണ്ണുങ്ങൾ വായി നോക്കിക്കായിരുന്നു. ഏതോ വഴിയെ പോണ പെണ്ണല്ല. ആ കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് വർക്കിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എവിടെയോ നിന്നെന്ന പോലെ കയറി വരികയായിരുന്നു ആ കുട്ടി. ഇതിപ്പോൾ രണ്ടാമതൊരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോഴും ആ കുട്ടി കയറി വന്നു. അന്ന് എൻ്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന പോലെ തന്നെ. എന്താടാ? നീ മൂന്നാമതാ കുട്ടി.
കാര്യം നിങ്ങൾ പറയുന്നേ? ഇവൻ പറഞ്ഞ കുട്ടിയുടെ എവിടെ എവിടെ? അവിടെ അവിടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ബ്ലാക്കാ? അല്ല, ഗ്രീനാ? ഓറഞ്ച്. എടാ, കുട്ടി എന്താ പറഞ്ഞത്? അവളുടെ അച്ഛന്റെ ഇഷ്ടത്തിന് അവളെ കെട്ടിക്കുന്നു, അല്ലാതെ അവളുടെ ഇഷ്ടം അവിടെ നടക്കില്ല. അച്ഛനെ എതിർത്ത് അവളൊന്നും ചെയ്യേയില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വളഞ്ഞ വഴി നോക്കുന്നു. നാളെ തന്നെ നമ്മൾ അമൃതയെ ചെന്ന് കാണുന്നു, അച്ഛനെ പരിചയപ്പെടുത്താൻ പറയുന്നു, അങ്ങേരെ ഇംപ്രസ് ചെയ്യുന്നു, മോളെ കെട്ടിക്കുന്നു, അങ്ങേരെ കൊണ്ട് എന്നെ പറയിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ മകളെ വളയ്ക്കുന്നതിന് പകരം നമ്മൾ അവളുടെ അച്ഛനെ വളയ്ക്കുന്നു. ഓക്കെ? അങ്ങനെ നമ്മൾ പോകുന്നു, മലകളും പുഴകളും ചുരങ്ങളും കടന്ന് ഒരു സ്വപ്നത്തിന് പിന്നാലെ. സ്വർഗം പോലുള്ള ഒരു ഗ്രാമത്തിലേക്ക്, സ്വർഗപുരം എന്ന ഗ്രാമത്തിലേക്ക്. അങ്ങനെ നമ്മൾ സ്വർഗപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. നല്ല പച്ചപ്പ്, ഇടിവെട്ട് കാലാവസ്ഥ. പക്ഷെ വിദേശി കിട്ടാൻ പാടായിരിക്കും. സാരമില്ല, സ്വദേശിയും വെടിയിറച്ചിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ നീ ഇതിനാണ് ഇവിടെ വന്നത്? പട്ടാപ്പകല് പന്തം പുറത്ത് പ്രകടനം. ഡാ, നമ്മളിവിടെ വന്നിറങ്ങിയ വിവരം അമൃതയുടെ വീട്ടുകാർ അറിഞ്ഞെന്നാ തോന്നുന്നത്. നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് ആഞ്ഞു വിടാവാ. ചേട്ടാ, എന്താ പ്രശ്നം? അതാ വീട്ടിലെ ചെറുക്കൻ ആ ഗോവിന്ദ നായ്ക്കർ ജോലി കൊടുത്തിരുന്നു. ചെറുക്കൻ കയറി നായ്ക്കരുടെ മോളെ അങ്ങ് പ്രേമിച്ചു. നായ്ക്കര് പരാതി പറഞ്ഞത് നമ്മുടെ ദേവേന്ദ്ര പട്ടേലരോട്. പട്ടേലര് ചെറുക്കന്റെ ബന്ധുക്കളുടെ വീടാൻ കത്തിക്കാൻ പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല. ഞാനും ചെന്നൊരു കഴിക്കൊല്ലെങ്കിലും ദിവ്യക്കെട്ട്. പട്ടേലര് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ മോശമായി. എടാ, ഇത് സ്വർഗപുരല്ല, നരകപുരം. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാനല്ലല്ലോ നമ്മളിവിടെ വന്നത്. എടാ, നിനക്ക് ഈ ദേവേന്ദ്ര പട്ടേലർ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. നമ്മുടെ അച്ഛൻ. എങ്കിൽ തിരിച്ചു പോകേണ്ടി വരൂല. പട്ടേലരുടെ വീട്ടിൽ എന്തിനാ പട്ടി? നിങ്ങൾ വാ. ആരാ ഇവര്? അയ്യായെ കാണാൻ. എന്താ ഗോവിന്ദ? എന്താ കാര്യം? ഞങ്ങള് ഡൽഹിയിൽ നിന്ന് വരിക. അവിടെ ഒരു ചാനലിൽ വർക്ക് ചെയ്യാ. ഇവിടെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയയിൽ കഴിയുന്ന ട്രൈബൽസിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി എടുക്കാനാ ഞങ്ങൾ വന്നത്. ഇത് മാത്തൻ, ക്യാമറാമാനാ. ഞാൻ ശ്രീനാഥ്, ഡയറക്ടർ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് താമസിക്കാൻ ഒരു ലോഡ്ജ് പോലും ഇല്ലെന്ന്. നമ്മുടെ തെക്കുപുറത്ത് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്ന കുട്ടികളാ. വീട് സാറിന്റെ ആണെന്ന് അറിഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് അത് വാടകയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾ വന്ന കാര്യം നടക്കുന്നവരെ മതി. ഡോക്യുമെന്ററി ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കാറില്ല. വേണ്ട, വാടകയ്ക്ക് കൊടുക്കണ്ട. സാറ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നാ മതി. എന്താ ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. വാടക എത്ര വേണേലും തരാം. ഡോക്യുമെന്ററി എടുക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാ. ഗോവിന്ദ, ഞാൻ ഒരു കാര്യം ഒരു തവണയെ പറയാറുള്ളൂ എന്ന് അവരോടൊന്ന് പറഞ്ഞേക്ക്. മനസ്സിലായില്ലേ? വേഗം സ്ഥലം വിടുകയെന്ന്. ചെല്ലിയല്ലേ? സ്ഥലം വിടുക എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെയല്ല പോണത്.
നിന്നിട്ട് കാര്യമില്ല. വാ വാ പോകാം. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ താൻ ആ വീട്ടിലെ കാര്യസ്ഥനാണ്, വീട് വാടക എടുത്തരാന്ന് കാശ് എണ്ണി വാങ്ങിച്ചിട്ട് അയ്യോടാ, നിങ്ങളെ കണ്ടപ്പോ തന്നെ അങ്ങേർക്ക് ഇഷ്ടപ്പെടാൻ പോയത് എന്റെ കുഴപ്പമാണ്. കണാ കുണാ പറയാതെ കാശിങ് എടുത്തേ. നീ വലിയ പാചകം അയ്യോ ഒന്നും ഗോവിന്ദേട്ടാ, ഇവനെങ്ങനെ പലതും പറയും. ഗോവിന്ദേട്ടൻ കാശൊന്നും തരണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീടൊന്ന് ശരിയാക്കി തന്നാ മതി. നീ അവനെ പോലല്ല, നിനക്ക് വിവരമുണ്ട്. ഞാനും നോക്കട്ടെ, നിങ്ങൾ വാ. വാ. ആഹാ. വിശന്നിട്ട് വയറ്റിലെ കൊടലുകളിൽ രാമായണം വായിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു നാട്, കേറിക്കിടക്കാൻ ലോഡ്ജില്ല, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലില്ല. നീ ഇതൊന്നും കേൾക്കണില്ലേ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ വല്ല പശുത്തൊഴുത്തിൽ നുഴഞ്ഞു കയറും. പശുത്തൊഴുത്ത് നുഴഞ്ഞാറാ നീ എന്താ കാളയാ? എടാ അവിടെ വല്ല പിണ്ണാക്കെങ്കിലും കിട്ടും. അത്രക്ക് വിശക്കണ്ടാ. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? ഓഹോ, ഇപ്പൊ തന്നെ അമൃതയെ അടിച്ചു മാറ്റി നമ്മളെ സ്ഥലം വിടാൻ പോവുകയാണല്ലേ? എടാ പോട്ടാ, എങ്ങനെയെങ്കിലും അമൃതയൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്പം ഭക്ഷണമെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ വിശന്ന വയറും വെച്ച് മതിലേക്ക്. ഇതൊരു ശീലമാക്കണ്ട. എന്താ ആ ശബ്ദം? വല്ല കള്ളന്മാരെ മറ്റോ ആണോ? നീ ചെന്നാ പട്ടി തുറന്നവിടെ. ഇതിലേതായിരിക്കും അമൃതയുടെ മുറി? വിളിച്ചു ചോദിച്ചാലോ? നല്ല ബുദ്ധി. ഇതാണ് നമ്മൾ കള്ളന്മാരെ കാര്യത്തിൽ യാതൊരു ഭാവിയില്ല. ഒരു പാത്രം എടുത്തിറങ്ങി പശുവിനെങ്കിലും കറന്നുകൊണ്ട് പോവാമായിരുന്നൂടാ. പശു കേട്ടു വിട്ടോടാ. ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനാ ഈ പറമ്പിൽ കടന്നത്? വിശന്നിട്ടാ. വിശന്നിട്ടോ? ഈ നാട്ടിലൊരു ഹോട്ടൽ പോലും ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വിശന്ന് വയറിന്റെ ഇടപാട് തീർന്നു. അപ്പൊ വെല്ലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ ഇങ്ങോട്ട് കയറിയത്. അതിന് മതിൽ ചാടണോ? ഗേറ്റ് ചാടണ്ടെന്ന് കരുതിയാ മതിലേ അടിയത്. ഏതായാലും ഈ നാട്ടിൽ വന്നിട്ട് ആരും പട്ടിണി കിടന്ന് മരിക്കണ്ട. ഭാനു, ഇവർക്ക് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാ കൊടുത്തേക്കാം. ഇവിടെ അല്ല, പുറയില്. ഞാൻ പറഞ്ഞില്ലേ പറയിലാണ്. നിങ്ങളൊക്കെ കഴിച്ചോ ആവോ? കഴിച്ചു. നിങ്ങൾ ഇട്ടേരി, അത് കിട്ടേരി. പായസം. അയ്യോ ഇല്ല. മതിലയാടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പായസം ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ പപ്പടം കഴിക്കേ, പായസം പിന്നെ കഴിക്കാം. കഴിക്കേ. ഒത്തിടിയെന്ന്. അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. നാളെ വിളിക്കൂ. ശരി. അച്ഛാ, ഈ മുറ്റത്ത് വന്ന് സഹായം ചോദിക്കുന്നവരെ അച്ഛൻ വെറും കൈയോടെ മടക്കി അയക്കാറില്ലല്ലോ. മാത്രമല്ല, അന്യനാട്ടീന്ന്, അത് വളരെ ദൂരേന്ന് വന്നവരല്ലേ. അവർക്ക് താമസ സൗകര്യം കൊടുത്തൂടെ? അച്ഛൻ സഹായിച്ചില്ലെങ്കിൽ ഇവിടെ ആരാ അവരെ സഹായിക്കാൻ? ആ തേങ്ങാപ്പുരം നിങ്ങൾ താമസത്തിന് എടുത്തോളൂ. താക്കോൽ ഗോവിന്ദന്റെ കയ്യിലുണ്ട്. വാടകയൊന്നും വേണ്ട. ശരി. പിന്നെ സിറ്റിയിലെ ചെറുപ്പക്കാരുടെ തോന്നിയാസം വല്ലതും ഇവിടെ എടുത്താൽ അത് ഞങ്ങൾ ഇവിടെ എടുക്കൂല. ചെല്ല്. അത് പിന്നെ നമ്മൾ എവിടെ എടുക്കും? ഞങ്ങളൊന്ന് കോയിക്കിലേക്ക് പോയിട്ട് വരാം. നീ വണ്ടി എടുക്ക. ശരി. അയ്യാ, എന്താടാ? നമ്മുടെ ആതിരക്കുഞ്ഞ് പ്രസവിച്ചു. എന്ത് കുഞ്ഞാ? വസ്തുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. നീ ആ കളപ്പുരക്കിലെ ശശിയോട് വൈകിട്ട് തന്നെ എന്നെ വന്നൊന്ന് കാണാൻ പറ. അയ്യാ, അത് ഓടാ.
ചേച്ചി ചെയ്ത തെറ്റ് അച്ഛൻ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ അതൊന്നും ഓർത്ത് എൻ്റെ മോള് വിഷമിക്കണ്ട. നിനക്ക് ചേച്ചിയും കുഞ്ഞിനെയും കാണണമെന്നുണ്ടോ? പോയി കണ്ടോളൂ, പക്ഷേ ആരും അറിയരുത്. വേണ്ടച്ച, അച്ഛന് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. അല്ല, ഇത് ആര്? ശ്രീനാഥ് ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും പിടിക്കപ്പെട്ടാൽ ആകെ കുഴപ്പമാണെന്ന് അറിയാമെങ്കിലും ഈ വരവ് അതെനിക്കിഷ്ടമായി ഒരുപാട്. അതുകൊണ്ട് കൂടിയ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയണേ. എനിക്കൊരു ചേച്ചിയുണ്ട്, ആതിര. ഭാഗ്യം, നായിന്റെ മോള് കൂട്ടില്ല. നീ എന്താ അവളോട് ചോദിച്ചത് മീശയുണ്ടോന്നോ? ഇന്ന് ഈവനിങ് ഷൂട്ടിംഗ് ഉള്ളൂ, അപ്പൊ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. അതിനെന്താ, വരൂ, കേറി വരൂ. എടാ മാത്ത, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കുഴപ്പമെന്ന്. അത്ര കുഴപ്പമാണോ? പിന്നെ കുഴപ്പമെന്ന് വെച്ചാ ഭയങ്കര കുഴപ്പം, പക്ഷെ പരിഹരിക്കാം. അല്ല, എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്? അതായത് ആന്റി, ഈ ശ്രീനാഥ് ഡോക്യുമെന്ററി ഫിലിംസ് മാത്രമല്ല വലിയ വലിയ കമ്പനികളുടെ ആഡ് ഫിലിംസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊരു വീട്ടിൽ കയറിയാൽ അപ്പൊ അറിയാം അവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ശരിയാണോ അല്ലയോ എന്ന്. എന്നാലും ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ശരിയല്ലെന്ന് ഇത്ര പെട്ടെന്ന് നീ കണ്ടുപിടിച്ചല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ആന്റി, ഈ വീട്ടിലെ ചില സാധനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചാ വീടിന്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടും. അതെ, ഈ പാൻറ് ഇങ്ങോട്ട് മാറിയുന്നേ, നിന്നേ നീ അങ്ങോട്ട് മാറിയുന്നേ, ഇപ്പൊ തന്നെ ഭംഗി കൂടിയില്ലേ? വേണമെങ്കിൽ ഞാനത് ചെയ്തു തരാം. വേണമെങ്കിലല്ല, ചെയ്തു കൊടുത്തേ പറ്റൂ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, ഇതൊക്കെ അമ്മുന്റെ അച്ഛനോട് ചോദിക്കാതെ. അയ്യോ ആന്റി, ഇത് അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നാലും ഒന്നുമില്ല. ആന്റി അടുക്കളയിൽ ചെന്നൊരു ചായ ഇട്ട് വരുമ്പോഴേക്കും, രണ്ട് ടീ ഇട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ഷേപ്പ് തന്നെ മാറ്റി തരും. മധുരം കുറക്കണ്ട, നീ ഓവറാക്കണ്ട. ഞാനല്ലല്ലോ ഓവറായത്. ഈ ഷേപ്പ് മാറ്റി തരണേ ഈശ്വര. അയ്യോ, എന്താ ഇവിടെ? അല്ല, ഞങ്ങൾ ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ഒന്ന് പരിഷ്കരിക്കാന്ന് കരുതി. ആരോട് ചോദിച്ചിട്ട്? ഇവിടുത്തെ അമ്മയോട് ചോദിച്ചിട്ട്. എടാ ശ്രീ,